ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുതുവർഷത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് സൂചന. പുതുവർഷത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം തന്നെ പോരാടുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗാസ സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിന് പൂർണ്ണ പിന്തുണ ഇന്ത്യ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ പുടിന് ശേഷം സെലൻസ്കി, നെതന്യാഹു, ജോർജിയ മെലോണി എല്ലാവർക്കും ഇന്ത്യയിൽ വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ടായി ഇത്രയും അധികം ലോക നേതാക്കളെ ആതിഥേയത്വം നൽകാനുള്ള അവസരം എന്നതാണ് മറ്റൊരു കോണിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ചോദ്യം. കാരണം മറ്റൊരു നേതാക്കൾക്കും വേണ്ടത്ര രീതിയിൽ കിട്ടാത്ത ഒരു വേദി പങ്കിടാൻ മോദിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വേദികളിലേക്ക് കയറി ചെല്ലാൻ അനുവാദം പോലുമില്ലാതെ അദ്ദേഹത്തിന് കയറി ചെല്ലാൻ കഴിയും എന്നതാണ് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതേസമയം ഗാസ സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ പൂർണ്ണ സംഭാഷണത്തിനിടെ തന്നെ അതായത് ഇത്തരമൊരു പിന്തുണ സംഭാഷണത്തിനിടെ തന്നെ മോദി ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിലെ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെയും പരസ്പരം നേട്ടത്തിനായി തന്നെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയെന്നതാണ് ഈ ഒരു സർക്കാർ പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്പം മുൻപേ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു. ഊഷ്മളവും സൗഹൃദപരവുമായ സംഭാഷണത്തിനൊടുവിൽ തന്നെ വളരെ വേഗം തന്നെ കൂടിക്കാഴ്ച നടത്താൻ ഇരു നേതാക്കളും സമ്മതിച്ചു എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു സൂചനയിൽ നിന്നും വളരെ വ്യക്തമാണ് പുതുവത്സരത്തിൽ, അതായത് പുതുവർഷത്തിൽ അടുത്ത ഒരു വർഷം വരുന്നതോടുകൂടി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചർച്ചയ്ക്കിടെ തന്നെ ഭീകരതയെ ശക്തമായി അപലപിക്കുകയും എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇരു രാജ്യങ്ങളും ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു. ഗാസ സമാധാന പദ്ധതി നേരത്തെ തന്നെ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതിനെ തുടർന്നുകൊണ്ടാണ് ഇന്ന് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത്. 2023 മുതൽ തന്നെ ചർച്ചയിലായിരുന്ന നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്നാണ് പാളം തെറ്റിയത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്താൻ ഇനിയും കുറച്ചധികം ദിവസങ്ങൾ കൂടി കാത്തിരിക്കണമെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഇപ്പോൾ വെടിനിർത്തൽ നിലവിലുണ്ട് എന്നതിനാൽ തന്നെ ഡിസംബർ സന്ദർശനം പരിഗണിക്കുന്നുണ്ട് എന്നതായിരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ ആദ്യം വ്യക്തമാക്കിയത്. ഇല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.